കൊടും പട്ടിണിയിലും ദുരിതത്തിന്റെ അങ്ങേതല താണ്ടുന്നവരുമായ ഒരു ജനതയുടെ മേൽ അപ്രമാദിത്യം തീർക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേൽ ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം കൈക്കൊണ്ട ഗാസ ഏറ്റെടുക്കൽ പദ്ധതി. ഗാസ നഗരത്തെ ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതിക്ക് വെള്ളിയാഴ്ച ചേർന്ന ഇസ്രായേൽ ക്യാബിനറ്റാണ് അനുമതി നൽകിയത്. എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടമാണ് പലസ്തീനികളെയും ഹമാസ് തടവിലുള്ള ഇസ്രായേൽ ബന്ദികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയത്. അതോടൊപ്പം പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ലോകരാഷ്ട്രങ്ങളെയും ഇസ്രായേലിന്റെ ഈ നീക്കം ആശങ്കപ്പെടുത്തി. മനുഷ്യത്വത്തിനുള്ള മഹാദുരന്തമായിരിക്കും ഗാസ ഏറ്റെടുക്കലെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇതിനെ വിമർശിച്ചത്. UK, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഗ്രീസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തെത്തി. ഒപ്പം ഈ കൂട്ടായ്മയുടെ അഭ്യർത്ഥന മാനിച്ച് ഓസ്ട്രേലിയ, ജർമ്മനി, ഇറ്റലി, ന്യൂസിലൻഡ് പ്രധാനമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. മനുഷ്യത്വത്തിന്റെ മഹാദുരന്തമായ ഗാസയുടെ സ്ഥിതി ഇപ്പോഴത്തേതിനേക്കാൾ വഷളാകുന്ന ഈ നീക്കത്തെ ശക്തമായി തള്ളിക്കളയുന്നുവെന്നായിരുന്നു സംയുക്ത പ്രസ്താവന. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനുള്ള ഏക ആഗോള പിന്തുണക്കാരായ അമേരിക്ക പോലും ഇസ്രായേലിന്റെ ഈ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു. ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലോക സമൂഹത്തിന് മുന്നിൽ വിശ്വാസ്യത തകർന്നവരായി. ഇതോടെ പദ്ധതി ലഘൂകരിച്ച് തലയൂരാൻ നെതന്യാഹു ശ്രമിച്ചുവെങ്കിലും ഇസ്രായേലിന്റെ വിശ്വാസ്യത പ്രതിസന്ധിയിലായി. ഗാസയെ അധിനിവേശപ്പെടുത്തി കൈയടക്കാനില്ലെന്നും ഹമാസിന്റെ പിടിയിൽ നിന്ന് ഗാസയെ മോചിപ്പിച്ച് സമാധാനപൂർണമായ പൗരഭരണകൂടം സൃഷ്ടിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നുമായിരുന്നു നെതന്യാഹു തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത്. ഗാസയിലെ ഏതു തരത്തിലുള്ള സൈനിക നീക്കവും അവസാനിപ്പിച്ച് ഗാസയെ സ്വതന്ത്രമാക്കുക എന്ന് നെതന്യാഹു പറയുന്നതിലൂടെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തം. അതിനിടെ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത അറബ് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ നീക്കത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഉയർന്നത്. ബഹ്റൈൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ജോർദാൻ, നൈജീരിയ, ഖത്തർ, സൗദി, തുർക്കി, ബംഗ്ലാദേശ്, റിപ്പബ്ലിക് ഓഫ് ചാഡ്, ജിബൂട്ടി, ഗാംബിയ, കുവൈത്ത്, ലിബിയ, മലേഷ്യ, മൗറീഷ്യസ്, ഒമാൻ, പാകിസ്ഥാൻ, സൊമാലിയ, സുഡാൻ, UAE, യമൻ എന്നീ രാജ്യങ്ങളും ദ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ഗാസയിലെ പാവം മനുഷ്യർക്ക് മേലുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന ശക്തമായ നിലപാടാണ് ഈ രാജ്യങ്ങളെല്ലാം സ്വീകരിച്ചത്. രാജ്യാന്തര മര്യാദകൾ അപ്പാടെ ലംഘിച്ച ഇസ്രായേൽ പാവപ്പെട്ട മനുഷ്യരെ പട്ടിണിക്കിട്ടും ക്രൂരമായി കൊലപ്പെടുത്തിയും മാനവികതയ്ക്ക് നേരെയുള്ള കുറ്റകൃത്യമാണ് നടത്തുന്നത് എന്ന് അറബ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇസ്രായേൽ ക്രൂരതയുടെ അവസാന ഉദാഹരണമാണ് ഈ ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കലും പിടിച്ചടക്കലുമെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത്. ഗാസയിലെ സമാധാനത്തിന് 4 നിർദ്ദേശങ്ങളും അറബ് ഇസ്ലാമിക് ഉച്ചകോടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഗാസ അധിനിവേശത്തിനുള്ള നീക്കം അവസാനിപ്പിച്ച് ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ മനുഷ്യർക്ക് നേരെ നടത്തുന്ന എല്ലാ അതിക്രമങ്ങളും ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നതാണ് അതിൽ ആദ്യത്തേത്. ഗാസയിലേക്ക് ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവ എത്തിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനം നടത്താനും രാജ്യാന്തര സന്നദ്ധ സംഘത്തിന് അനുവാദം നൽകണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസ പുനർനിർമ്മാണത്തിനുള്ള അറബ് ഇസ്ലാമിക് പുനർനിർമ്മാണ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഗാസ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം തള്ളിക്കളയുന്നതായും പ്രഖ്യാപിച്ച ഉച്ചകോടി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ദ്വിരാഷ്ട്ര സ്ഥാപനം, കിഴക്കൻ ജെറുസലം തലസ്ഥാനമായി പലസ്തീൻ രാജ്യം നിലവിൽ വരണം എന്നീ നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. അൽ ജസീറ കറസ്പോണ്ടന്റുമാരായ അനസ് അൽ ഷെരീഫ് അടക്കം 5 പേരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീനികൾക്കായി ശബ്ദിച്ചതിന്റെ പേരിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിന്റെ ശേഷിപ്പാണ് മാധ്യമ പ്രവർത്തകർക്കെതിരായ അക്രമം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 6 അനസ് അൽ ഷെരീഫ് അയച്ച ഒരു സന്ദേശം അതിന്റെ തെളിവാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഈ സന്ദേശം അൽ ജസീറ പങ്കുവെക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇതിന്റെ ഉസ്യത്തും എന്റെ അവസാനത്തെ സന്ദേശവുമാണ്. ഈ സന്ദേശം നിങ്ങളിൽ എത്തുന്നതോടെ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ കൊലപ്പെടുത്തി നിശബ്ദനാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു. സമാധാനം പുലർത്തുക, ദൈവം എല്ലാം കാണുന്നുണ്ട്, അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഇസ്രായേൽ എപ്പോഴും സ്വയം അവകാശപ്പെടുന്നത് അവർ അന്താരാഷ്ട്ര നിയമങ്ങളും യുദ്ധ നിയമങ്ങളും പാലിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമെന്നാണ്. എന്നാൽ
അവസാനമായി നടന്ന ഗാസ അധിനിവേശത്തിലൂടെ വലിയ രീതിയിൽ അവരുടെ വിശ്വാസ്യത തകർന്നിട്ടുണ്ട്. ഗാസയിൽ വർദ്ധിച്ചുവരുന്ന കൊടുംപട്ടിണി, ഇസ്രായേലിന്റെ അടിച്ചമർത്തൽ നടപടി, ഇങ്ങനെ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യതയ്ക്കേറ്റ ഗുരുതര പ്രതിസന്ധിയിൽ നിന്ന് അടുത്ത കാലത്തൊന്നും കരകയറാൻ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഇതിനെല്ലാം പുറമെയാണ് നെതന്യാഹുവും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. അതും ഡെമോക്ലീസിന്റെ വാൾ പോലെ നെതന്യാഹുവിനും ഗാലന്റിനും മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. പരമ്പരാഗതമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ പോലും നിലവിൽ ഇസ്രായേൽ നടപടികളെ കടുത്ത രീതിയിൽ വിമർശിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയതായി നിരവധി അന്താരാഷ്ട്ര നിയമവിദഗ്ധരും വംശഹത്യാ വിശകലന പണ്ഡിതന്മാരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആരോപിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കണമെന്ന് ഇസ്രായേലിന്റെ ഏക ആഗോള പിന്തുണക്കാരായ അമേരിക്കയോടും നൂറുകണക്കിന് വിരമിച്ച ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫ്രാൻസ് നടത്തിയ ഫലസ്തീൻ രാഷ്ട്ര അംഗീകാരം എന്ന പ്രഖ്യാപനം ലോകതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിക്കുകയും ഒരു സുപ്രധാന ചുവടുവയ്പായി മാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സമാധാന പ്രഖ്യാപനങ്ങളും പ്രതിജ്ഞയുമുണ്ടായി. കാനഡയും യുകെയും പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വരുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഓസ്ട്രേലിയയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ തുർക്കിയും ഗാസയിലെ ഇസ്രായേൽ അധിനിവേശ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം ചർച്ച ചെയ്തിരുന്നു. ഇസ്രായേലിന് ഇപ്പോഴും അതിശക്തമായ പിന്തുണ ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഈ വിവാദങ്ങളെല്ലാം നടക്കുന്നതിനിടെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഗാസയെ ഏറ്റെടുക്കുന്നതും ബന്ദികളെ വിട്ടയക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു ചർച്ച. ഒപ്പം അമേരിക്ക നൽകുന്ന ആഴത്തിലുള്ള പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ പരമാധികാരം, സുരക്ഷ, വികസനം എന്നിവയെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയെ ആശ്രയിച്ചാണ്. US സഹായം ഇല്ലായിരുന്നുവെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ വിറയ്ക്കുമായിരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴും അമേരിക്ക തുടരുന്ന പിന്തുണയ്ക്കെതിരെ അമേരിക്കൻ വോട്ടർമാരിൽ നിന്ന് തന്നെ വിമർശനങ്ങളും ചോദ്യശരങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതും കാണാതെ പോകരുത്.